അയ്യോ തുമ്പി എണീര് ബാ, സ്കൂളിൽ പോകാൻ സമയായി. എന്തു പറ്റി? തണുക്കുന്നാ? വാ, ഇനി അങ്ങോട്ട് തണുപ്പാ. എണീര്, ചൂടുവെള്ളം തരാം. എണീര്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് വലിയ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഒരു കുഞ്ഞൊരു വീഡിയോ. അപ്പൊ രാവിലത്തെ നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചേ. അപ്പൊ പ്രത്യേകിച്ച് രാവിലെ കാപ്പിയൊന്നുമില്ല. ഇന്നലെ കൊണ്ടുവന്ന ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു, അതങ്ങ് പുഴുങ്ങാന്ന് വിചാരിച്ചു. ഇവിടെ പുഴുങ്ങിയത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. പച്ചയ്ക്ക് തുമ്പി മാത്രമേ ഏത്തക്ക ഇങ്ങനെ എടുത്തൊക്കെ കഴിക്കത്തുള്ളൂ. ഇത് പഴത്തിന്റെ ആശാത്തിയ തുമ്പി. നീ എത്ര പഴം, ഏത് പഴം കൊണ്ടുവച്ചാലും അവൾ എടുത്ത് കഴിക്കുവേ. പിന്നെ എണീക്കാൻ നേരത്തേക്ക് നല്ല തണുപ്പായതുകൊണ്ട് മക്കളൊക്കെ ചൂടുവെള്ളത്തിലാട്ടോ കുളിക്കുന്നത്. അങ്ങനെ കുറച്ച് ചൂടുവെള്ളം ഞാൻ ആദ്യം അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെണീറ്റ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് അറിയാമല്ലോ. പിന്നെ മൂത്താക്ക് പരീക്ഷ കേട്ടോ. അവന് 10 മണിക്ക് ട്യൂഷന് പോയാൽ മതി. ഇന്ന് പള്ളിയിലും പോയില്ല. ഇന്നലെ രാത്രി കുറച്ചു നേരം ഇരുന്ന് പഠിച്ച് ക്ഷീണിച്ചുകൊണ്ട് അങ്ങ് കിടന്നുറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു പരീക്ഷയല്ലേ, അപ്പം ഇന്ന് പള്ളിയിൽ വിടുന്നില്ല എന്നും പറഞ്ഞ് അവനങ്ങ് കിടക്കുവാണേ. അങ്ങനെ പഴങ്ങളെല്ലാം പുഴുങ്ങി ഞാനങ്ങ് ആറാൻ വേണ്ടി വെച്ച്. അപ്പം ഈ മക്കളുണ്ട് കുളിച്ച് ഒരുങ്ങി വന്നിട്ട് അവരവരുടെ ആവശ്യത്തിന് എടുത്തങ്ങ് കഴിക്കുവേ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അത്ര വലിയ സംഭവമൊന്നും അല്ല കേട്ടോ നമ്മുടെ വീഡിയോ. ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ, അതങ്ങ് മുറിക്കാൻ വെച്ച്. ഇനി എത്ര രാവിലെ എണീറ്റാലും നൂലുമേ പിടിച്ചൊരു ഓട്ടമായിരിക്കും ആ ഒരു സമയത്ത്. എല്ലാം ചെയ്തു വെക്കും, പക്ഷെ എന്തെങ്കിലുമൊക്കെ അങ്ങ് മറന്നുപോകും. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ അങ്ങ് തേങ്ങ അങ്ങ് തിരുമ്മി മാറ്റിയാൽ ചമ്മന്തിക്കും വേണം കറിക്കും വേണം. അപ്പോൾ ഒരുവിധം ജോലി അങ്ങ് ഒതുങ്ങും. ചില സമയത്ത് ഇത് ഇവിടെ എപ്പോഴാ കറണ്ട് പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഞാൻ ഇന്നാളിങ്ങനെ കറിക്കൊക്കെ തിരുമ്മി വെച്ചിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പം കറണ്ട് പോയാലോ എന്ന് പറഞ്ഞ് ഞാൻ മിക്സിയുടെ ജാറിനകത്തോട്ട് തേങ്ങ ഇട്ട് ഇത് അന്നേരം തന്നെ അങ്ങ് കറണ്ട് പോയി. അതൊരു അതിശയമായിരുന്നു കേട്ടോ. ഞാൻ മിക്ക ദിവസങ്ങളിൽ കറണ്ട് പോകുമെന്ന് വിചാരിക്കുന്ന സമയത്ത് അങ്ങ് കറണ്ട് പോകും. പിന്നെ കുറച്ച് മത്തങ്ങ ഉണ്ടായിരുന്നു, മത്തങ്ങ എരിശ്ശേരി വെക്കാൻ വേണ്ടി കേട്ടോ. അതാകുമ്പോഴത്തേക്ക് മക്കളങ്ങ് കഴിക്കും. ഇപ്പൊ ചൂടായതുകൊണ്ട് എല്ലാവരുടെയും വായൊക്കെ ഒന്ന് പൊട്ടുന്നുണ്ടേ. അതുകൊണ്ട് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എരിക്കറിയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇപ്പൊ എല്ലാവർക്കും അറിയാലോ ചൂടിന്റെ കാലാവസ്ഥയുണ്ട്. പിന്നെ ഈ മത്തങ്ങ എലിശ്ശേരി ആകുമ്പോഴത്തേക്ക് എന്റെ കിച്ചുനും തുമ്പിക്കും ഇത് മതി. മൂത്തവനും രാവിലെ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഉമ്മച്ചി ഇത് മതി, കൊള്ളാന്ന് പറഞ്ഞു. പിന്നെ ഇതിന്റെ കൂടെ ഒരു അച്ചാറും പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ സ്പെഷ്യലായിട്ട്. ഇവരാണെങ്കിൽ 10 മണിക്ക് ട്യൂഷന് പോയിട്ട് അവിടെ ഇരുന്ന് തന്നെ അങ്ങ് ആഹാരം കഴിക്കും മൂത്ത ആള്. പിന്നെ തുമ്പി കുളിച്ച് ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. തലയെ അതിന്റെ കൂടെ കെട്ടിക്കൊടുത്ത് കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ചില സമയത്ത് കണ്ണെഴുതാനൊക്കെ നിൽക്കും, ചില സമയത്ത് അതൊന്നും ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെ കണ്ണും എഴുതി പിരിവൊക്കെ ഒന്ന് വരച്ചു കൊടുത്ത് പിന്നെ ഇവർക്കുള്ള ചോറും കറിയൊക്കെ ഞാൻ എടുത്ത് വെച്ച്. കിച്ചുവിന് ഇന്നലെ മുതലേ ചെറിയൊരു ചൂട്. ഇവന് നിൽക്കുന്ന നിപ്പി പെട്ടെന്നൊരു ചൂടും പനിയൊക്കെ വരും. കണ്ണിന്റെ താഴെയൊക്കെ നല്ലൊരു നീര് കണക്ക്. ഞാൻ ഇനി ഉറക്കം തെളിയാത്തതിന്റെ ആണോ എന്തോന്ന് അറിയത്തില്ല. ഇനി സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്നും കൂടെ നോക്കിയിട്ട് വേണം ആശുപത്രി കൊണ്ടുപോകാൻ. പിന്നെ ഈ പെങ്കൊച്ചുണ്ടല്ലേ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് നിന്നതാ. ഞാൻ പിന്നെ നിർബന്ധിച്ച് ആ ഒരു പഴം അങ്ങ് തീറ്റിച്ച് പിന്നെ പിള്ളേർക്കുള്ള ചോറും വെള്ളവും ഒക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇടയിൽ കൂടെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ആ ഒരു പഴം ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. ഒരെണ്ണം മൊത്തം കഴിച്ചില്ല, പകുതി കഴിച്ച് ഞാൻ വെച്ച് ബാക്കി അങ്ങ് വിച്ചു കഴിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വിച്ചു ആണെങ്കിൽ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരുമായിട്ടുള്ള ചെറിയ ഞോഞ്ചാടലുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം വിളിക്കുന്ന ആട്ടോ ഇന്ന് താമസിച്ച ആട്ടോ വരുന്നത്. അപ്പോഴത്തേക്ക് ഇക്ക വിളിച്ചു പറഞ്ഞാൽ ഇക്ക വന്നിട്ട് കൊണ്ടുപോകാൻ. ചില സമയത്താണ് ആട്ടോ വരുന്നത്, അല്ലെങ്കിൽ ഇക്കാക്ക് ജോലിയുള്ള സമയത്ത് വരാൻ പറ്റത്തില്ലല്ലേ. അപ്പൊ ടീച്ചറിന്റെ അടുത്ത് വിളിച്ചു പറയാം 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്നല്ല 10 മിനിറ്റ് താമസിക്കുമെന്നൊന്ന് പറയാൻ പറഞ്ഞ് ഞാൻ പിന്നെ ടീച്ചർമാർക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് താമസിക്കുമെന്ന്. പിന്നെ ആ മക്കളെയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുക്കളയുടെ കോലം കണ്ടില്ല. ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കി പറക്കണം. ഇതിന്റെ ഇടയിൽ കൂടെ മിറ്റം തൂക്കണം, പെര തൂക്കണം, കുറച്ച് തുണിയുണ്ട് കഴുകാൻ. അങ്ങനെ മിറ്റമൊക്കെ രാവിലെ തൂത്ത് തീയൊക്കെ അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് എത്ര തൂത്താലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കാറ്റടിച്ച് മിറ്റം പഴയ പടിയാവും. ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഊട്ടി കണക്കൊക്കെ ഇല്ലേ, ഒരു മഴത്തണുപ്പിന്റെ കണക്കൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നല്ല തണുപ്പല്ലായിരുന്നു. പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് കഴുകി വെച്ച് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ജോലി രാവിലത്തെ മാത്രം ഇതാണ്. ഇനി ഉച്ചക്കലത്തേക്ക് ആകുമ്പോഴത്തേക്കും ഇക്ക മീനൊക്കെ കൊണ്ടുവരും. അപ്പൊ മീൻ കറിയും പിന്നെ എന്തെങ്കിലും ഒരു തോരനോ എന്തെങ്കിലും മതി. പിന്നെ അച്ചാറുണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ചത്തേക്ക് അത് മതി കേട്ടോ. ഇവിടെ അച്ചാറ് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിലും മക്കളാണെങ്കിലും അച്ചാറും ചമ്മന്തിയും തൈരും ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് കുശാലാണേ. ഇതിന്റെ ഇടയ്ക്കിടെ രാവിലെ വിച്ചുവിന് സ്കൂളിലത്തേക്ക് പരീക്ഷ ഫീസ് കൊടുക്കണമായിരുന്നു. അത് കൈ എന്റെ തന്നിട്ടങ്ങ് ആള് പോയി കഴിഞ്ഞു. എന്തായാലും അവൻ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്നായിരുന്നു. ഞാൻ അതും കൂടെ അങ്ങ് കൊണ്ടു കൊടുത്തു. അപ്പൊ ഇത്രയുള്ള വീഡിയോ ടാറ്റ ബേബി.